ഹലോ കൂട്ടുകാരെ, നമസ്കാരം. നമ്മൾ രുദ്രാക്ഷത്തിൻ്റെ അതായത് ജപമാലയുടെ കാര്യങ്ങളാണ്, ഉപയോഗിക്കേണ്ട രീതികളും ജപമാല ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത്, നമ്മൾ ഈ രുദ്രാക്ഷം നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. സോ നമ്മളെപ്പോഴും ഈ രുദ്രാക്ഷം എന്ന് പറയുന്നത് നമ്മളൊരു കിഡ്സ് ടോയ്സ് അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം, വേറൊരു സ്റ്റൈലിന് വേണ്ടിയുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ തന്നെ കാണരുത്. ഓക്കെ, ഇതൊരു സ്പിരിച്വൽ പർപ്പസ്, നമ്മുടെ ദൈവികമായിട്ടുള്ള ഒരു ഗോഡുമായിട്ടുള്ള ഒരു യൂണിവേഴ്സിൻ്റെ എനർജി പ്രവഹിക്കുന്ന ഒരു അമൂല്യമായ വസ്തുവായിട്ട് മാത്രം നമ്മളെപ്പോഴും ഇതിനെ സമീപിക്കാവുള്ളൂ. മനസ്സിലായല്ലോ? അതായത് ഈ രുദ്രാക്ഷത്തെ നമ്മൾ പകുതി മനസ്സോടെ സമീപിക്കരുത്. നമ്മൾ പകുതി മനസ്സോടെ ഈ ഒരു രുദ്രാക്ഷത്തിൽ ഈ ഒരു കായിൽ നിന്ന് എന്ത് എനർജി വരാനാണ്, ഇതുവഴി എൻ്റെ ആഗ്രഹം എങ്ങനെ സാധിക്കാനാണ്, ഇത് ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടാനാണ്, അങ്ങനെയുള്ള പകുതി മനസ്സോടെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ എനർജി ഡസൻ ഫ്ലോ ടു ദിസ് രുദ്രാക്ഷ. ഒരിക്കലും യൂണിവേഴ്സിൻ്റെ എനർജി നമ്മുടെ രുദ്രാക്ഷത്തിലേക്ക് വരത്തില്ല. അതിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ആ എനർജി വരത്തില്ല. നമ്മുടെ ആഗ്രഹങ്ങളോട്ട് നടക്കാനും പോകുന്നില്ല. നമ്മളെപ്പോഴാണോ ഈ രുദ്രാക്ഷത്തിൽ പൂർണ്ണമായിട്ടുള്ള നമ്മുടെ വിശ്വാസം കൊടുക്കുന്നത്, ആ പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ ധ്യാനത്തിൽ രുദ്രാക്ഷം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ രുദ്രാക്ഷം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള, മെഡിറ്റേഷൻ കൊണ്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ സ്പിരിച്വലായിട്ടുള്ള പർപ്പസ്, നമ്മുടെ ഇൻറ്റൻഷൻ, നമ്മുടെ ആഗ്രഹമൊക്കെ സാധിക്കത്തുള്ളൂ. സോ നമ്മൾ ആദ്യം ഫസ്റ്റ് കീപ്പ് ചെയ്യുക, രുദ്രാക്ഷം, അത് മെഡിറ്റേഷൻ, ധ്യാനം ചെയ്യുന്നതിന് മുന്നേ തന്നെ. സോ ഇന്ന് ഈ കാര്യം ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, സോ കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള വീഡിയോസിൽ ഈ രുദ്രാക്ഷം എന്ന് പറയുന്നത് വലിയ ബ്രോഡായിട്ടുള്ള വലിയൊരു കാര്യമാണ്. നമ്മൾക്ക് ചെറിയൊരു വീഡിയോയിൽ നിർത്താൻ പറ്റില്ല. ഷോർട്ട് വീഡിയോസാണ്, നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് പാർട്ടായിട്ട് നമുക്ക് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി. തുടർച്ചയായിട്ടും നമ്മുടെ വീഡിയോസിൽ ഇതിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം. അപ്പോൾ നമസ്തേ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് രുദ്രാക്ഷത്തിൻ്റെ എനർജൈസ് ചെയ്യേണ്ടത്, പവർഫുൾ ആക്കേണ്ട രീതിയും കൂടുതൽ ഉപയോഗിക്കേണ്ട രീതിയും, അതെങ്ങനെയാണ് രുദ്രാക്ഷം കീപ്പ് ചെയ്യേണ്ട രീതി, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. താങ്ക് യു വെരി മച്ച്. നമസ്തേ.